ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത്രയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഒരു ജോലി എന്നുള്ളത്. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യണം. സോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, ഇൻ്റർവ്യൂവർ നമ്മളെടുത്ത് ചോദിക്കുന്ന മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസറാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് സെഷൻ. എഗൈൻ വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂവിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത്. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതായത് നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അവർ നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്സാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത്. സോ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള 3 സ്റ്റെപ്സ് വഴി അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ലോങ് ആയിട്ട് പറഞ്ഞു പോകരുത്. ജസ്റ്റ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടും മാത്രം പറയാം. അതായത് ആദ്യം നിങ്ങളുടെ പേര് പറയാം. ഓക്കെ, ഫസ്റ്റ് പേര് പറയാം ആൻഡ് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ സെൻസ് ഓഫ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. ഒരിക്കലും ലോങ് ആയിട്ട് നിങ്ങളത് പറഞ്ഞു പോകരുത്. ഷോർട്ടായിട്ട് തന്നെ ജസ്റ്റ് നെയിം ആൻഡ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പറയാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അതിനുശേഷം രണ്ടാമതായിട്ട് പറയേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഫ്രഷർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത ഒരു സ്ഥാപനം, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് രണ്ടാമത് പറയേണ്ടത്. എക്സ്പീരിയൻസ് ആൻഡ് നിങ്ങളുടെ സ്കില്ലാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് സ്കൂളിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ പഠിപ്പിച്ച സമയത്ത് എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുതിയ സ്കൂളിലേക്ക് നമ്മൾ അവരെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് സ്കില്ലാണ് അല്ലേ. അപ്പോൾ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, കഴിവുകളുണ്ട് എന്നുള്ളത്, അതായത് ടീച്ചിങ് എന്ന് പറയുന്നതിനെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയേണ്ടത്. ആദ്യം നിങ്ങളുടെ പേര്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് സ്കില്ലാണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എക്സ്പീരിയൻസ് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനം, എവിടെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ പറയാം. ഓക്കെ, ഇപ്പോഴത്തെ പ്രസൻറ്റും അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ, നിങ്ങൾ അവരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിന് അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്ലാനിങ്സ് ആണുള്ളത് ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിന് പോസിറ്റീവായിട്ട് കിട്ടുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതിനെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യേണ്ട രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നെയിം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പറയാം. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം ആൻഡ് സ്കില്ല് പറയാം. ഓക്കെ, എക്സ്പീരിയൻസും സ്കില്ലും പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ആൻഡ് നിങ്ങളുടെ ഭാവി, അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി പറയാം. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ, അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥാപനത്തെ നെഗറ്റീവായിട്ട് തരം താഴ്ത്തിക്കൊണ്ട് ഒരിക്കലും പറയാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ പറയുന്ന രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ആ ഒരു സ്ഥാപനത്തെ കുറ്റം പറയുന്ന രീതിയിൽ വരരുത്. ഓക്കെ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. സോ ഇങ്ങനെയുള്ള ഈ ഒരു 3 സ്റ്റെപ്പ് വഴി നമുക്ക് സിമ്പിളായിട്ട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡെമോ നോക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു തരാം. മൈ നെയിം ഇസ് ഗോപിക. ഐ എം എ ടീച്ചർ വിത്ത് 10 years of experience and also I have handled spoken English classes as well. Currently,
I'm taking spoken English classes for people to improve their language and confidence. In the future also, I'd like to grow as an educator of English to improve other people's language and give them confidence in English language. Thank you. സോ ഇത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ഒരിക്കലും വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ഷോർട്ടായിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഡെമോ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങളതിന് ആൻസർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, നെഗറ്റീവായിട്ട് ഒരിക്കലും സംസാരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണെങ്കിലും അല്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക് ചെയ്ത ആദ്യത്തെ സ്ഥാപനത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക ആൻഡ് ഒരു ചിരിയോടുകൂടി മാത്രം സംസാരിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ടായിട്ട് മാത്രം പറയാം. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫാമിലിയെക്കുറിച്ച് പറയും അല്ലേ. ദർ ആർ 5 members ഇൻ മൈ ഫാമിലി, അല്ലെങ്കിൽ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 5 members എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫാമിലിയെക്കുറിച്ചൊന്നും ജോബ് ഇൻ്റർവ്യൂസിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മാക്സിമം ഷോർട്ടായിട്ട് മാത്രം സംസാരിക്കുക. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങളുടെ കഴിവിനെ കുറിച്ചുമാണ് നിങ്ങൾ കൂടുതലായിട്ട് അതിൽ പറയേണ്ടത്. മാക്സിമം ഷോർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഷോർട്ടാക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ആൻസേഴ്സ് ക്ലിയർ ആവാതിരിക്കരുത്. ആ ഒരു ഷോർട്ട് ആൻസറിൽ പറഞ്ഞിട്ടുള്ള 3 സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പേര്, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പറയണം, ആൻഡ് എക്സ്പീരിയൻസും സ്കില്ലും പറയണം, ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു, ആൻഡ് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനും തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഐ ഹോപ്പ് ദ ക്ലാസ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. And don't forget to subscribe my channel and enable the bell icon. And also end screenൽ പഴയ വീഡിയോസ്, മുന്നേ എടുത്ത ക്ലാസ്സസിൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്.